മലങ്കര സഭാരത്നം മാർ ഉസ്താത്യോസ് വലിയ തിരുമേനി. എളിയ മനുഷ്യനിൽ ദൈവത്തെ ദർശിച്ച, മനുഷ്യദർശനത്തെ ദൈവദർശനവുമായി സമന്വയിപ്പിച്ച മഹാപുരോഹിതൻ. പരിശുദ്ധ പിതാവിനെ ദൈവം ലോകത്തിന് സമ്മാനിച്ചിട്ട് 1 ശതാബ്ദം പിന്നിടുമ്പോൾ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രോജ്വലിച്ച ആ രത്നശോഭയുടെ നിഴലായെങ്കിലും അല്പം ജ്വലിക്കുവാൻ നമുക്കാവുമോ? ദീർഘകാലം അഭിനന്ദനായ ഉസ്താദ് തിരുമേനിയുടെ സഹപ്രവർത്തകനായി വർത്തിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദൈവ ദർശനത്തെപ്പറ്റിയും മനുഷ്യ ദർശനത്തെപ്പറ്റിയുമുള്ള ആ ചിന്ത പങ്കുവെക്കുന്നത് എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിൽ ത്രിത്വത്തിന് വലുതായ ഒരു സ്ഥാനമുണ്ട്. മുഖ്യമായിട്ട് ആ ദൈവത്തിന്റെ ഫെലോഷിപ്പ് എന്നുള്ളതാണ്. ദൈവം ഒറ്റയാനായിട്ടല്ല, ദൈവം ഒരു ഫെലോഷിപ്പാണ് എന്ന ഒരു ആശയമാണ് അദ്ദേഹം പ്രത്യേകമായി ഉയർത്തിയിരുന്നത്. ആ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് മനുഷ്യനും ഒരു ഏകനായിട്ടല്ല, അവനൊരു മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയുടെ സംസർഗത്തിന്റെ അനുഭവത്തിൽ അവനായിരിക്കും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് മനുഷ്യ ദർശനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പലർക്കും പ്രസംഗത്തിൽ അവരുടെ ദർശനം ഒതുങ്ങി നിൽക്കും. എന്നാൽ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രവർത്തനത്തിലും വരുത്തി. എവിടെയെങ്കിലും ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഓടിയെത്തി അവിടെ സഹായത്തിന്റെ കാര്യം നീട്ടുവാൻ തക്കവണ്ണമുള്ള ആ ഒരു സംരംഭവും തിരുമേനി ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ദർശനം കേവലം വാക്കിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അതിന്റെ ആത്മാർത്ഥത നമുക്ക് ബോധ്യമാകുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രവൃത്തിയിൽ വരുത്തുവാൻ തക്കവണ്ണവും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ ആ ബന്ധം ഇത്രയധികമായി അതാരെയും കാണിക്കുവാനുള്ളതല്ല. മാസത്തിൽ ഒരു ദിവസം വേറിട്ട് പോയി ദൈവവുമായി മാത്രം സംസർഗം ചെയ്യുവാൻ അദ്ദേഹം എടുത്തിരുന്നത് ഞാൻ ഓർക്കുന്നു. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സമ്പർക്കം സാധുക്കളുമായിട്ടുള്ളതിനെ പറ്റി അതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു വലിയ ലാളിത്യത്തിന്റെ പര്യായമായിരുന്നു. അദ്ദേഹം കുപ്പായങ്ങളായിരുന്നാലും കാറായിരുന്നാലും, ഇന്ന് പലരും കാറുകൾ മാറി മാറി അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു പഴയ അംബാസഡർ കാറുമായി, അതുപോലെ ജീവിതത്തിന്റെ ഏറ്റവും ലാളിത്യത്തിന്റെ ഒരു പര്യായമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം എന്ത് പ്രസംഗിച്ചുവോ അത് പ്രവൃത്തിയിൽ വരുത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിച്ച ഒരു വലിയ നേതാവായിരുന്നു. അതുകൊണ്ട് എക്കാലത്തും തിരുമേനി അനുസ്മരിക്കപ്പെടുന്നത് വിശുദ്ധ ത്രിത്വത്തിന്റെ വലിയ വക്താവ്, ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി എപ്പോഴും ദർശനം കണ്ടിരുന്ന ആ ഒരു വലിയ സാധുക്കളുടെയും അവസരം അനുഭവിക്കുന്നവരുടെയും മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടി വേറെ ചിന്തിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സമുന്നതനായ ഒരു വലിയ സഭാ നേതാവ്. ഒരു ഗുരുവിന്റെ നിയോഗം പൂർത്തീകരിക്കപ്പെടുന്നത് ശിഷ്യഗണങ്ങൾ ഉന്നതിയിൽ എത്തിച്ചേരുമ്പോഴാണ്. തന്റെ ശിഷ്യഗണങ്ങളായ ശ്രേഷ്ഠാചാര്യന്മാരും വന്യ പുരോഹിത ശ്രേണികളും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന തന്റെ അരുമ ശിഷ്യൻ. ശ്രേഷ്ഠ പിതാവ് ആനന്ദത്തോടെയും ആത്മനിർവൃതിയോടെയും യാത്രയാകുവാൻ ഇതിനപ്പുറം എന്തു വേണം? ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം മംഗളകരമായി ഈ ലോകത്തിൽ പൂർത്തീകരിച്ചുവെന്ന സംതൃപ്തിയോടെ നമുക്കായി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണിക്കുന്ന മലങ്കര സഭയുടെ തിളങ്ങുന്ന രത്നം. എന്റെ ഓട്ടം തികയ്ക്കപ്പെടുകയും മിഷൻ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം സ്വന്തം ഭവനത്തിലേക്ക് വിളിച്ചുകൊള്ളുമെന്ന് മരണത്തെക്കുറിച്ച് തെല്ലും ഭയമില്ലാതെ പ്രത്യാശയോടെ പ്രവചിച്ച ആധുനിക യുഗത്തിന്റെ പൗലോസ്ലീഹ. എന്റെ ദേഹവിയോഗവേളയിൽ ശോശപ്പായും പുഷ്പചക്രങ്ങളും നൽകാതെ അതിനു വേണ്ടി വരുന്ന പണം പാവങ്ങൾക്കായി നൽകുവാൻ ആഹ്വാനം ചെയ്ത വ്യത്യസ്തനായ ശ്രേഷ്ഠ പിതാവ്.
ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമടക്കം 50-ൽ പരം പ്രസ്ഥാനങ്ങളുടെ അമരത്ത് ആത്മസമർപ്പണത്തോടെ നേതൃത്വം നൽകിയ വന്യ തിരുമേനി. ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയായ ആരാധന, പഠനം, സേവനം എന്നീ വഴികളിലൂടെ അല്പസമയം തിരുമേനിയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താദിയോസ് തിരുമേനിയുടെ ജീവിത അനുഭവം അടുത്ത് നിന്നും അകലെ നിന്നും ഒത്തിരിയേറെ കാണുവാനും അത് മനസ്സിലാക്കുവാനും അത് പകർത്തുവാനും തക്കവണ്ണം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ആരാധനാ ജീവിതവും വിശുദ്ധ വേദപുസ്തകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ താല്പര്യവും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആത്മീയമായ മേഖലയിൽ, അതുപോലെ മിഷൻ പ്രവർത്തനങ്ങളിൽ, സെമിനാരി പഠിപ്പിക്കുന്ന രീതികളിൽ എല്ലാത്തിനും അദ്ദേഹത്തിന് ചെറിയൊരു പ്രാർത്ഥനയ്ക്കായി ഒത്തിരി സ്ഥാനമുണ്ടായിരുന്നു. കാരണം ഏതൊരു പ്രവർത്തനത്തിൽ തിരുമേനി ഇറങ്ങിയാലും, ഏതൊരു കാര്യത്തിന് വേണ്ടി തിരുമേനി മുതിർന്നാലും അതെല്ലാം പിന്നിൽ തിരുമേനിയുടെ പ്രാർത്ഥന മുന്നിലായിരുന്നു. കാരണം പ്രാർത്ഥനയില്ലാതെ, പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഒരു കാര്യവും തിരുമേനി തുടങ്ങിയിട്ടില്ല, ഒന്നും തിരുമേനി അവസാനിപ്പിച്ചിട്ടില്ല. ഒരു പക്ഷേ എല്ലാവരും കാണുന്ന തിരുമേനി ഒരു വലിയ കൺവെൻഷൻ പ്രസംഗകൻ, ദൈവശാസ്ത്രജ്ഞൻ, അതുപോലെ എല്ലാമാണ് എന്ന് പറയുമ്പോഴും തിരുമേനിയുടെ വ്യക്തി ജീവിതത്തിലുള്ള തിരുമേനിയുടെ പ്രാർത്ഥന, തിരുമേനിയുടെ ആത്മീയ നിഷ്ഠകൾ, പ്രത്യേകിച്ച് നോമ്പ്, ഉപവാസം, ആരാധന, യാമപ്രാർത്ഥനകൾ, തിരുമേനിയുടെ വ്യക്തി പ്രാർത്ഥനകൾ, അത് വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയതയാണ്. ആ ഒരു ആത്മീയത ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. രാത്രി കിടക്കുന്ന സമയത്ത് പോലും തിരുമേനി തൻ്റെ മനസ്സിൽ പ്രാർത്ഥനകൾ ഉരുവിടുകയും നമസ്കാരങ്ങൾ അത് ഇങ്ങനെ പൂർത്തീകരിക്കേണ്ട നമസ്കാരങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും ദൈവത്തോട് നിരന്തരം തിരുമേനി എപ്പോഴും ഹൃദയത്തെ പകരുന്ന ഒരു അനുഭവം ആ തിരുമേനിയുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. അത് തിരുമേനിയിൽ നിന്ന് ഒരു പുതിയ തലമുറ കണ്ടുപഠിക്കേണ്ട അല്ലെങ്കിൽ പകർത്തിയെടുക്കേണ്ട വലിയൊരു പാഠമാണ് എന്ന് തീർച്ചയായും എനിക്ക് തോന്നുന്നു. പ്രായമെത്തിയപ്പോഴും പഠിക്കുവാനും വായിക്കുവാനും അറിയുവാനുമുള്ള അമിതാവേശം തിരുമേനിയെ തീർത്തും വ്യത്യസ്തനാക്കുന്നു. പല ഭവനങ്ങളിലും ബൈബിൾ പലപ്പോഴും കാഴ്ചവസ്തുക്കളായി പരിണമിക്കുമ്പോൾ വാർദ്ധക്യത്തിലും ബൈബിൾ വായിച്ച് കൊതി തീരാത്ത പിതാവ്. ഉത്കൃഷ്ടമായ ഈ വായനാശീലവും പഠനവുമാണ് അക്ഷരക്കൂട്ടുകളായി നമുക്ക് മുൻപിൽ പിറന്നു വീണത്. വേറിട്ട ആശയങ്ങളുടെ സമ്പന്നത കൊണ്ടും അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും ആത്മീയ ലോകത്തിനും അക്ഷരലോകത്തിനും ഉദാത്തമായ സമ്മാനങ്ങളായി മാറി ഇവയെല്ലാം. ആയിരത്തി 1976 മുതൽ തിരുമേനിയുടെ അവസാന കാലം വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. തിരുമേനിയുടെ യാത്രയിലെല്ലാം തിരുമേനി ഒരുപാട് പേപ്പറുകൾ വായിക്കുമായിരുന്നു. മലയാളവും ഇംഗ്ലീഷും അതെല്ലാം കിട്ടുന്ന എല്ലാം വായിക്കുകയും പുതിയ പുസ്തകങ്ങൾ കിട്ടിയാൽ അതും വായിക്കുകയും ചെയ്യുമായിരുന്നു. ആ വായനയാണ് തിരുമേനിയെ കൂടുതൽ ലോകപ്രശസ്തമാക്കാൻ സഹായിച്ചത്. തിരുമേനിയിൽ നിന്നും കൂടുതൽ ലോകപ്രശസ്തരായ പല വ്യക്തികളും യാത്ര ചെയ്തിട്ടുണ്ട്. അവരോടുള്ള ചർച്ചയിലെല്ലാം ഈ പേപ്പറിൽ നിന്ന് വായിച്ചു കിട്ടിയ കാര്യങ്ങളും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കിട്ടിയ കാര്യങ്ങളെല്ലാം ചർച്ചാ വിഷയമാകുമായിരുന്നു. ഇതെല്ലാം കൊണ്ടുമാണ് തിരുമേനി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനും സാധിച്ചത്. മാർ ഉസ്താദിയോസ് തിരുമേനിയുടെ നാമം ചേർക്കാതെ മിഷൻ സേവന രംഗത്തെ പരാമർശിക്കുവാൻ മലങ്കര സഭയ്ക്കാവില്ല. സ്നേഹവും കരുതലും ലോകത്തെ പഠിപ്പിച്ച് സാമൂഹ്യ സേവന രംഗത്തെ ഊർജ്ജസ്വലമാക്കിയ മാർ ഉസ്താദിയോസ് പിതാവ് നമുക്കുള്ള അവകാശം തന്നെ സമൂഹത്തിൽ ദരിദ്രർക്കും ഉണ്ടെന്നുള്ള നൂതന ദൈവശാസ്ത്രത്തിന്റെ വക്താവായി മാറുകയായിരുന്നു. കേരളത്തിലെ ദരിദ്രമേഖലകൾ മാത്രമല്ല, ഭാരതത്തിന്റെ വിവിധയിടങ്ങളിലെ ദുരിതമേഖലകൾ അദ്ദേഹം കണ്ടെത്തി തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ആദ്യം സ്ഥാപിച്ച പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമവും മിഷൻ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ഓഫീസായി പ്രവർത്തിക്കുന്ന മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ ട്രെയിനിംഗ് സെന്ററും അടക്കം 43-ൽ പരം സ്ഥാപനങ്ങൾ അഭിവന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായി എന്നത് അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാനാവൂ. അപ്പോൾ
1956 ജൂലൈ 2-ാം തീയതിയാണ് ഞാൻ മാവേലിക്കര സുവിശേഷാലയത്തിൽ വന്നു ചേരുന്നത്. അവിടെ അന്ന് സെക്രട്ടറിയായിട്ട് PM തോമസ് ചെമ്മാശനാണ് ഉണ്ടായിരുന്നത്. ഉസ്താദ് തിരുമേനി അന്ന് അച്ഛനായിട്ടേ ഉള്ളൂ. 3 പേരും ഒന്നിച്ചാണ് ദൈവം സന്തോഷത്തോടെ പ്രവർത്തനം നടത്തിയത്. ആ പ്രവർത്തനം ഇതുവരെയും നിലനിൽക്കുന്നുണ്ട്. തിരുമേനിയും തോമസും പാച്ചനും നിത്യതയിൽ കടന്നുപോയി. ഇനിയും ഞാനാണ് ആ കൂട്ടത്തിൽ അവശേഷിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തന ശൈലി ഒറ്റക്കെട്ടായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന അഭിപ്രായമാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാൽ തന്നെ അത് ഓരോ അഭിപ്രായത്തിൽ വന്ന് രൂപീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമായും ഈ ആശ്രമമാണ് മിഷൻ വരയിൽ വളരെയധികം പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ വൈദികരാണ് ഇന്ത്യയുടെ 9 സ്റ്റേറ്റിലായിട്ട് 30 സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മിഷൻ വരയിൽ ഈ സഭയ്ക്ക് ഒരു പുതിയ ചൈതന്യം തരുന്നതായിരുന്നു. 1918 ഡിസംബർ 9 മാവേലിക്കര മുണ്ടുവേലിൽ കൊച്ചിട്ടിയുടെയും മറിയാമ്മ കൊച്ചിട്ടിയുടെയും മകനായി ജനിച്ച ജോർജ് കുട്ടി എന്ന ബാലൻ ചെറുകോൽ, പത്തിച്ചിറ, മാവേലിക്കര സ്കൂളുകളിൽ പഠിച്ച് ശാസ്താംകോട്ട റൂറൽ ബോയ്സ് ട്രെയിനിംഗ് സ്കൂളിൽ TTC കോഴ്സ് പൂർത്തിയാക്കുകയും ഇടയാറന്മുളിയിൽ സാധു കൊച്ചുവൻ ഉപദേശിയുടെ സ്കൂളിലടക്കം വിവിധ സ്കൂളുകളിൽ അധ്യാപകനായി ജോലി നോക്കുകയും ചെയ്തു. 1943-47 കാലയളവിൽ ജബൽപൂരിൽ BD പഠനം. 1948 ഓഗസ്റ്റ് 8-ാം തീയതി ഔഗേൻ മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്തയിൽ നിന്ന് കോറൂയോ പട്ടം സ്വീകരിച്ച് ഓഗസ്റ്റ് 11-ാം തീയതി ഉപരിപഠനത്തിനായി അമേരിക്കയിൽ എത്തിച്ചേരുന്നു. 1952 മടങ്ങിയെത്തി കോട്ടയം വൈദിക സെമിനാരിയിൽ അധ്യാപകനായി പ്രവേശിക്കുന്നു. 1956 മെയ് 10 ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് വൈദിക സ്ഥാനം. 1975 ഫെബ്രുവരി 16 നിരണം പള്ളിയിൽ വെച്ച് പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനി ഗീവർഗീസ് മാർ ഒസ്താത്യോസ് എന്ന നാമധേയത്തിൽ മെത്രാപ്പോലീത്തയായി വാഴിക്കുന്നു. 1976 ഏപ്രിൽ 1 മുതൽ നിരണം ഭദ്രാസന മെത്രാപ്പോലീത്ത. 1993 സറാംപൂർ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ്. 2005 ജൂലൈ 3 ഭദ്രാസന ഭരണത്തിൽ നിന്നും വിരമിച്ച് അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ പിൻഗാമിയായി ഭരണചുമതല ഏൽപ്പിക്കുന്നു. 2008 ജാനുവരി 27 പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സഭാരത്നം ബഹുമതി നൽകി വന്യപിതാവിനെ ആദരിച്ചു. 2012 ഫെബ്രുവരി 16 കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. തൃത്വത്തിൽ അധിഷ്ഠിതമായ വേദശാസ്ത്രത്തെ സാമൂഹ്യനീതിയോട് ചേർത്ത് വെച്ച് ശാസ്ത്രീയമായി ആവിഷ്കരിക്കുന്നതിൽ പരിശുദ്ധ പിതാവ് കാട്ടിയ ശുഷ്കാന്തി വർണ്ണനകൾക്കതീതമാണ്. മാനവരാശി മുഴുവനും വിശ്വാസത്താൽ രക്ഷപ്രാപിക്കും പ്രവൃത്തിയിൽ ആണ് ദൈവം നോക്കുന്നത്. ആ പ്രവൃത്തിക്കനുസരിച്ച് വിശ്വാസമുണ്ടെങ്കിൽ രക്ഷപ്രാപിക്കും. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വാർത്ഥന്മാരുടെ എണ്ണം കുറയണം, നന്മ ചെയ്യുന്നവരുടെ എണ്ണം കൂടണം. കോടീശ്വരന്മാരെ ആവശ്യമില്ല, ദരിദ്രന്മാരെ ആവശ്യമില്ല. ദരിദ്രൻ്റേത് പിടിച്ചു വെച്ചാണില്ല കോടീശ്വരന്റെ കയ്യിരിക്കുന്നത്. അവൻ പാവം കൊടുക്കുന്നവർ മനുഷ്യനല്ല, മൃഗമാണ്. സ്വാർത്ഥന്മാർ മൃഗങ്ങളാണ്, കോടീശ്വരന്മാർ മൃഗങ്ങളാണ്. ആ മൃഗീയത വിളിച്ചിട്ട് സ്നേഹം വരുമ്പോൾ മനുഷ്യരാകും. പരിശുദ്ധ പിതാവേ, ആരാധനയും പഠനവും സേവനവും സമന്വയിപ്പിച്ച, എളിയവരിൽ ദൈവത്തെ ദർശിക്കുവാൻ പഠിപ്പിച്ച അവിടുത്തെ കർമ്മനിരതയ്ക്ക് മുൻപിൽ പ്രണാമം.